മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് മതസംഘടനയായ സമസ്ത ആവശ്യപ്പെട്ടിരിക്കുന്നു. വളരെ നല്ല കാര്യം. ഈ രണ്ടായിട്ടല്ല വിഭജിക്കേണ്ടത്, ഒരു നാലായിട്ട് വിഭജിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സംബന്ധിച്ച് 2-3 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിന് പക്ഷേ അത് യൂട്യൂബിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് അർഹമായൊരു വ്യൂ കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഈ അമേരിക്കയിൽ നമുക്കറിയാം, ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. എന്തുകൊണ്ടാണത്? കാരണം ഇവിടെ ഓരോ മുക്കിലും ഓരോ ടൗണിലും ആവശ്യത്തിന് സർക്കാർ ഓഫീസുകളുണ്ട്. തൊട്ട് വലിയ ദൂരമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ താമസിക്കുന്ന റോക്ക്ലാൻഡ് കൗണ്ടി കൗണ്ടി എന്ന് പറയുമ്പോൾ ഒരു ജില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം കൗണ്ടി ജഡ്ജിക്ക് തൂക്കിക്കൊല്ലാനൊക്കെ വിധിക്കാൻ അധികാരമുണ്ട് ഇവിടെ. പിന്നെ ന്യൂയോർക്കിൽ തൂക്കിക്കൊല്ല ഇല്ലെങ്കിലും പിന്നെ അതിൻ്റെ കീഴിൽ ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ ക്ലാർക്സ് ടൗൺ, അതൊരു ടൗൺ, പിന്നെ രാമപ്പോ ടൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ടൗണുകൾ. അപ്പോൾ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുക പ്രയാസമുള്ള കാര്യമല്ല. കാരണം എന്താ, ഇവിടെ എല്ലാ ഓഫീസുകളുണ്ട്. ഈ ഓഫീസുകളുണ്ടെന്ന് മാത്രമല്ല, ഈ ഓഫീസിലിരിക്കുന്നവർ നമ്മളൊരു കാര്യം കൊണ്ട് ചെല്ലുമ്പോൾ അവർ കമ്പ്യൂട്ടറിൽ നോക്കുന്നു, ഇന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. അല്ലെ അവിടെ കൊണ്ട് തീരുമാനമാകുന്നു. അത് മേലാവിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റിന് ചെല്ലുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഗുമസ്തൻ ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കും. പിന്നെ അയാളതിലെന്തെങ്കിലും കുറിച്ച് അത് മുകളിലേക്ക് വില്ലേജ് ഓഫീസർക്ക് വിടും, വില്ലേജ് ഓഫീസർ തഹസീൽദാർക്ക് വിടും. ഇങ്ങനെ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആ ചെറിയ ഒരു കാര്യം ആ താഴെത്തട്ട് തീരുമാനമെടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു വില്ലേജ് ഓഫീസ് എത്രയോ 1000 പേരുടെ കാര്യമാണ് ഒരു വില്ലേജ് ഓഫീസ് നോക്കുന്നത്. നേരെ മറിച്ച് ഓരോ ടൗണിൽ തന്നെ ഓരോ ചെറിയ ടൗണുകളിലൊക്കെ വില്ലേജ് ഓഫീസർ ഉണ്ടാവുകയാണെങ്കിൽ, ഓരോന്നിനും പിന്നെ ആവശ്യത്തിന് ജനത്തിൻ്റെ എണ്ണമനുസരിച്ചുള്ള ഓഫീസുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ അങ്ങനെ ഓഫീസുകൾ ഉണ്ടാവുന്നില്ല. കേരളത്തിലൊക്കെ ധാരാളം നമുക്കാണെങ്കിൽ ഇഷ്ടംപോലെ അഭ്യസ്ത വിദ്യരുണ്ട്. നിയമിക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല. ആളുകളെ ജോലിക്ക് നിയമിക്കാനായിട്ട് ആളുകളിങ്ങനെ കാത്തു കെട്ടി കിടക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഓഫീസുകൾ ഇല്ല, ആവശ്യത്തിന് ഓഫീസുകളില്ല. അപ്പോൾ ഉള്ള ഓഫീസുകളിൽ ചെല്ലുക, എങ്ങനെയെങ്കിലും പിന്നെ സ്വാധീനം ചെലുത്തിയോ അല്ലെ കൈക്കൂലി കൊടുത്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നേടുക. അതാ കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ല. പല ഓഫീസുകളുണ്ടെങ്കിൽ പെട്ടെന്ന് ചെന്നു അവരുടെ ജോലി ചെയ്തു. പക്ഷേ അതിനുള്ളൊരു സംവിധാനം സർക്കാരിന് പറയാൻ കാശില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ഓഫീസുകളൊക്കെ തുടങ്ങാൻ കാശില്ല എന്ന് വേണമെങ്കിൽ ഒരു ന്യായം പറയാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഇങ്ങനെയുള്ള സേവനങ്ങൾക്ക് ഒരു ചെറിയ ഫീസ് ചുമത്തുകയാണെങ്കിൽ, കാരണം ആളുകൾക്കൊരു ഫീസ് കൊടുക്കുന്നത് പ്രയാസമായിരിക്കില്ല, പെട്ടെന്ന് കാര്യം നടക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കൂടി സർക്കാർ ആലോചിക്കേണ്ടതാണ്. കൂടുതൽ ഓഫീസുകൾ ഉണ്ടാവുക, ആ സ്വയം പര്യാപ്ത ഓഫീസുകൾ, ആ ഓഫീസുകളിലെ സേവനത്തിന് ഒരു ഫീസ് വെക്കുക. അപ്പോൾ ആളുകൾ വരുന്നു, ആ ഒരു ഫീസ് കൊടുക്കുന്നു. കാരണം ഒരു ഫീസ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമല്ല. പലവട്ടം കയറി ഇറങ്ങി പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചെറിയൊരു ഫീസ് കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ തീരുമാനമാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തെ പറ്റിയൊന്നും അങ്ങനെ ഒറിജിനലായിട്ടൊന്നും നമ്മുടെ നാട്ടിൽ ചിന്തിക്കാറില്ല. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഒരു ആക്റ്റീവ, ഒരു മോട്ടോർ ബൈക്ക് അത് വാങ്ങാനായിട്ട് ചെന്നു. അപ്പം ആ ബൈക്ക് വാങ്ങി പൈസ കൊടുത്തു. അവിടെ പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നില്ല. ഹോണ്ട ഐഡിയാണ്, ഹോണ്ട ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നില്ല. പിന്നെ കോഴിക്കോട് പറഞ്ഞ കാര്യമാണ്, അത് ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് അവിടെ എടുക്കുകയില്ല. ഹോണ്ട ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വല്ലവിധേനയും കാശ് സംഘടിപ്പിച്ച് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അവർ പറയുന്നത് അത് ഇനി അതിൻ്റെ ഒപ്പെല്ലാം പിന്നെ RTO ഓഫീസിൽ പോയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് വണ്ടി കിട്ടും. ഒരു ബൈക്ക് കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. നമ്മളിവിടെ ചെന്ന് കാറ് മേടിക്കുന്ന ഒരു അരമണിക്കൂറിനകം ചെന്നു, കാറ് മേടിച്ചു, അവിടുന്ന് അന്നേരം തന്നെ നമ്പർ പ്ലേറ്റ് തന്നു, കാര്യം തീർന്നു. എത്രയോ നിസ്സാരം. ഇപ്പോൾ അവിടെ ഈ RTO ഓഫീസിലെ ഗുമസ്തൻ എഴുതി വെക്കണം, അയാൾ എൻ്റർ ചെയ്താലേ ശരിയാവുകയുള്ളൂ. നേരെ മറിച്ച് ഈ ഹോണ്ട പോലൊരു വലിയ കമ്പനി, അതിൻ്റെ ഒരു ഡീലർ, അവിടെ തന്നെ അത് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. പക്ഷേ അധികാരങ്ങൾ അങ്ങോട്ട് വികേന്ദ്രീകരിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ്. അധികാരങ്ങൾ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. കാരണം ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ ഒരു അടിസ്ഥാന ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ മറ്റുള്ളവരെല്ലാം തട്ടിപ്പുകാരാണ്. ഇപ്പം ഈ സർക്കാർ ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ നോക്കുന്നത്, ഇവനൊരു തട്ടിപ്പുകാരനാണ്, ഇവനൊരു വെട്ടിപ്പ്, എന്തോ ദുരുദ്ദേശത്തോടെയാണ് ഇവൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ രേഖ കൊണ്ടുപോവാ, ഈ രേഖ കൊണ്ടുപോവാ എന്നാണ് അവനോട് ചോദിക്കുന്നത്. അല്ലാതെ അവൻ പറയുന്നത് അവൻ ആരാണെന്നോ ഒന്നും വിശ്വസിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നേരെ മറിച്ച് അമേരിക്കയിൽ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നതാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അവർ അന്നേരം തരികയാണ് ചെയ്യുന്നത്. നമ്മൾ നേരെ മറിച്ച് കള്ളത്തരം പറഞ്ഞാൽ പിടികൂടുകയും ചെയ്താൽ അത് വലിയ പ്രശ്നമായും പിന്നീട് മാറും. അത് വേറൊരു കാര്യം. എന്തായാലും ഈ മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പം, ഈ തെലുങ്കാന, ആന്ധ്ര വിഭജിച്ച് തെലുങ്കാന ഉണ്ടാകുന്ന ആ സമയത്ത് രാജ്നാഥ് സിംഗ്, ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ, അന്ന് BJP അധികാരത്തിൽ വന്നിട്ടില്ല, അദ്ദേഹം ന്യൂയോർക്കിലുണ്ടായിരുന്നു. അന്നേരം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയുണ്ടായി, ഉത്തർപ്രദേശ് ഒന്ന് വിഭജിക്കണ്ടേ, അത്രയും വലിയ സ്റ്റേറ്റ്, ഏതാണ്ട് 25 കോടി ജനങ്ങൾ. 25 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ
34 കോടിയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക മൂന്നാമത്തെ പിന്നെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമാണ്. അങ്ങനെ വന്ന ഒരു നാലാമത്തെ ജനസംഖ്യ കൂടിയ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഉത്തർപ്രദേശിന് തന്നെ നിലനിൽക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും പ്രശ്നം ഉദിക്കുന്നില്ല, പിന്നെ വിഭജനത്തെ ഒരു കാരണവശാലും അനുകൂലിക്കുന്ന പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാസ്തവം പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ന്യായം തന്നെ, അതായത് ഈ ഒരു സർക്കാർ ഓഫീസ്, ഒരു കേന്ദ്ര ഓഫീസ്, ഒരു പിന്നെ സ്റ്റേറ്റ് തലത്തിലുള്ള ഓഫീസാകുമ്പം ഒരു കാര്യത്തിന് നമ്മൾ 25 കോടി ജനം ഒരു ഓഫീസിനെ പിന്നെ ആശ്രയിക്കേണ്ടി വരുന്നു, ഒരു മുഖ്യമന്ത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറിയെ ആശ്രയിക്കേണ്ടി വരുന്നു. നേരെ മറിച്ച് ആ സ്റ്റേറ്റ് ഒരു 4-5 സ്റ്റേറ്റാക്കി മാറ്റിയാലോ ആളുകൾക്ക് എത്രയോ ഉപകാരപ്രദമാകും. ആളുകൾ ആ പ്രാദേശിക തലത്തിൽ കാര്യങ്ങൾ കാണുകയും വികസനം ഉണ്ടാവുകയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇതൊരു വികാരപരമായൊരു പ്രശ്നമായിട്ട് തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞാലും ആന്ധ്ര വിഭജിച്ച് തെലങ്കാന ഉണ്ടായതാണ് കോൺഗ്രസിൻ്റെ അധോഗതിക്ക് കാരണം. പക്ഷേ അതിന് ധൈര്യം കാട്ടിയ സോണിയാഗാന്ധി, അത് നമ്മൾ പിന്നെ അഭിനന്ദിക്കാതെ വയ്യ. കാരണം ആ ഒരു ധൈര്യം കാട്ടിയ പിന്നെ ജനങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾ ഉണ്ടാവേണ്ടത്. അല്ലാതെ ഈ കടുംപിടുത്തത്തിൻ്റെ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. 2 സംസ്ഥാനം വന്നുകൊണ്ട് വല്ല കുഴപ്പം വന്നോ? ആന്ധ്രയിരുന്ന് തെലങ്കാനയിരുന്ന് വല്ല കുഴപ്പം വന്നോ? ഒന്നും കാണുന്നില്ല. ഇനിയിപ്പം പിന്നെ മലപ്പുറത്തേക്ക് വരുമ്പം കുറച്ച് വർഗീയ പ്രശ്നങ്ങളുണ്ട്. മലപ്പുറത്ത് മുസ്ലിങ്ങളുടെ ആധിപത്യമാണ്. ഈ മുസ്ലിങ്ങൾക്കൊരു ജില്ല കിട്ടിയാൽ അത് വലിയ പ്രശ്നമാണ് എന്നാണ് ഇപ്പം കേരളം കണ്ട ഏറ്റവും വലിയ ഗാന്ധിയനായ കെ കേളപ്പൻ അന്ന് 67 EMS സർക്കാരിൻ്റെ കാലത്താണ് പിന്നെ ഈ മലപ്പുറം ജില്ല സ്ഥാപിക്കുന്നത്. അന്ന് ഞാനൊക്കെ ചെറുപ്പമാണ്. അന്ന് കെ കേളപ്പനെ പോലെ ഒരു മഹാരഥൻ അതിനെതിരെ സമരത്തിന് വന്നു. വാസ്തവം പറഞ്ഞാൽ എനിക്കത് അന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇപ്പം ഒരു ജില്ല വന്നതുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നു, മുസ്ലിങ്ങളുടെ ആധിപത്യം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാ ജില്ലകളിലും ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുന്നുണ്ടോ? നമുക്കെന്തെങ്കിലും പിന്നെ കുറവ് വരുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ ഭൂരിപക്ഷം ആർക്ക് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അന്നും തോന്നുന്നില്ല, ഇന്നും തോന്നുന്നില്ല. കാര്യം മുസ്ലിങ്ങൾ ഈ മലപ്പുറത്തിൻ്റെയൊക്കെ പേരിൽ മലപ്പുറത്തൊക്കെ പിന്നെ കേന്ദ്രീകരിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണാറുമുണ്ട്. പക്ഷേ അതൊരു കാര്യമാണോ എന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ ഒരു 10 ലക്ഷം ജനം ഉണ്ടെങ്കിൽ അവർക്കൊരു ജില്ല വരികയാണെങ്കിൽ, അതാണ് എൻ്റെ ഒരു സങ്കല്പം ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 5 കോടി ജനം ഉണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റേറ്റ് വരണം. അപ്പോൾ ആ ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അവർക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് കേന്ദ്രീകൃതമായി കഴിഞ്ഞാൽ, അധികാരങ്ങൾ കേന്ദ്രീകൃതമായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സേവനം കിട്ടുന്ന അവസ്ഥയില്ലാതായി പോവും. എന്ന് മാത്രമല്ല വികസനങ്ങളൊക്കെ മുരടിച്ചും പോവും. അപ്പോൾ ആ സാഹചര്യത്തിൽ മലപ്പുറം ജില്ല ഒരു 4 വിഭജിച്ചാൽ 4 ജില്ല വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമിരിക്കുന്നത്? അപ്പോൾ ഈ ജില്ല വിഭജിക്കുമ്പോൾ എല്ലാം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം വേണം എന്നുള്ള ആ ഒരു കടുംപിടുത്തം ഉണ്ടോ? ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വർഗീയ കാലാവസ്ഥയിൽ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമാണ്. വാസ്തവം പറഞ്ഞാൽ ജില്ല വരുന്നതും വരാതിരിക്കുന്നതും, ജില്ല ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും. പക്ഷെ അതൊരു വർഗീയ കാര്യമായിട്ട് ഇന്ത്യയിൽ ചിത്രീകരിക്കപ്പെടുന്നു, ഇന്ത്യയിൽ സംഭവിക്കുന്നു. പഞ്ചാബിൽ വളരെ വർഷങ്ങളുടെ ആവശ്യത്തിന് ശേഷമാണ് ഈ AAP ആണോ കോൺഗ്രസ് ആണോ ഭരിക്കുമ്പോൾ ഒരു ജില്ല, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു ജില്ല വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മലപ്പുറം ജില്ല വന്നുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അതേസമയം തന്നെ കേളപ്പനെ പോലെ ഒരു മഹാമനുഷ്യൻ അതിനെതിരെ രംഗത്ത് വന്നെന്ന് പറയുന്നത് അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മുസ്ലിങ്ങളെല്ലാം ഇതിൻ്റെ പേരിൽ കേന്ദ്രീകരിക്കപ്പെടും. അവർ പിന്നെ ഒരു ഒറ്റക്കെട്ട ശക്തിയായിട്ട് മാറും, മറ്റുള്ളവർക്ക് ഒരു ദോഷമാകും എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിപ്പം ജില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ശക്തിയാണ്, അവർ കേന്ദ്രീകൃത ശക്തിയായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ജില്ല വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് ജില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യം, അതാണ് നോക്കേണ്ടത്. മറ്റേ വർഗീയ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതാണ്. അപ്പോൾ ആ ജില്ല പിന്നെ ആർക്ക് ഭൂരിപക്ഷം എന്നുള്ളതല്ല, ജനങ്ങൾക്ക് ഗുണമാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയുമോ എന്നാണ് ഇപ്പോഴത്തെ ഈ വർഗീയ അന്തരീക്ഷത്തിൽ കണ്ടറിയേണ്ടത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയാൽ, ഇപ്പം പ്രത്യേകിച്ച് ഇലക്ഷൻ വരാൻ പോവുക, അക്ഷരം മിണ്ടിയാൽ പ്രശ്നമാകും. ജില്ലയെ അനുകൂലിച്ച് പറഞ്ഞാൽ പ്രശ്നമാകും, എതിർത്ത് പറഞ്ഞാൽ പ്രശ്നമാകും, എല്ലാം പ്രശ്നമാകും. അതുകൊണ്ട് അവർ മിണ്ടത്തേ ഇല്ല. ആരെങ്കിലും മിണ്ടുമെന്നൊന്ന് നോക്കിക്കോ. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിലായി.